നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആണെങ്കിൽ നിങ്ങൾ കസ്റ്റമറോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറോട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എല്ലാം പറഞ്ഞതിന് ശേഷവും ആ കസ്റ്റമർ വേണ്ടത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സെയിൽസ് ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ടെക്നിക്കിന്റെ പേര് ഇതാണ്, ദ പപ്പി ഡോഗ് അപ്രോച്ച്. പപ്പി ഡോഗ് അപ്രോച്ച് എന്ന ആ പേര് വന്നതിന് പിറകിൽ ഒരു കഥയുണ്ട്. അത് വേറൊന്നുമല്ല, ഒരു കുഞ്ഞുകുട്ടി ഒരു കടയിലേക്ക് പട്ടിക്കുട്ടിയെ വാങ്ങിക്കാൻ വേണ്ടി പോയി. ആ കടയിൽ ചെന്നപ്പോൾ നിരവധി പട്ടിക്കുട്ടികൾ അവിടെ ഉണ്ട്. ആ സമയത്ത് ആ കടയിലുള്ള സെയിൽസ്മാൻ ചെയ്തത് ഈ കുഞ്ഞുകുട്ടിയുടെ കൈകളിലേക്ക് നല്ല രസമുള്ള ഒരു പട്ടിക്കുട്ടിയെ കൊടുത്തു. ആ കുട്ടി കുറച്ചു നേരം ആ പട്ടിക്കുട്ടിയുമായി അവിടെ ഇരുന്ന് കളിച്ചു. അങ്ങനെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പട്ടിക്കുട്ടിയുമായി ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ പട്ടിക്കുട്ടിയെ ആ കടയിൽ നിന്നും പർച്ചേസ് ചെയ്തു. ഇത് വിവിധ ഇൻഡസ്ട്രിയിൽ പല പല മേഖലകളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ്. നമുക്ക് പരിശോധിച്ചാൽ നമ്മുടെ വീട്ടിൽ വരുന്ന പല മാഗസീൻസിന്റെയും കൂടെ നമുക്ക് സാഷേ പാക്ക് കിട്ടാറുണ്ട്. അത് പപ്പി ഡോഗ് അപ്രോച്ച് തന്നെയാണ്. ആ സാഷേ പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഒരു ട്രയൽ ആയിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ വേർഷൻ വാങ്ങിക്കാനായിട്ട് തയ്യാറാവും. അതല്ല, നിങ്ങളൊരു തുണിക്കടയിൽ പോകുന്ന സമയത്ത് ആ തുണിക്കടയിൽ ഒരു ട്രയൽ റൂം ഉണ്ട്. അവിടെ നമ്മൾ ആ ഡ്രസ്സ് എടുത്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടേതാണ് ആ ഡ്രസ്സ്, ആ ഓണർഷിപ്പ് ഫീൽ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കും. ഈ സ്ട്രാറ്റജി വേണം ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ബിസിനസ് മാൻ കസ്റ്റമറുടെ അടുത്ത് പപ്പി ഡോഗ് അപ്രോച്ച് എടുക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി. ഇത് ഏത് മേഖലയിലും ആപ്ലിക്കബിൾ ആണ്. ഇനി നിങ്ങൾ വിൽക്കുന്നത് ഒരു ഇൻഷുറൻസോ ഒരു കോൺസെപ്റ്റോ ആണെങ്കിൽ, പലപ്പോഴും ഇൻഷുറൻസ് നമുക്കറിയാം ആഫ്റ്റർ ഡെത്ത്, നമ്മൾ മരിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് അല്ലേ ഉദ്ദേശിച്ചത്, ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പൊ ആ സമയത്ത് കുറച്ച് മരിച്ച് കാണിക്കാനൊന്നും പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, മരിച്ചതിന് ശേഷമുള്ള സാഹചര്യം എന്താണെന്ന് ആ വ്യക്തിക്ക് വിഷ്വൽ ഇമേജ് കൊടുക്കാൻ കഴിയും. ആ വിഷ്വൽ ഇമേജ് കൃത്യമായ രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കുടുംബത്തിന് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതും ഒരു പപ്പി ഡോഗ് അപ്രോച്ച് തന്നെയാണ്. അവിടെ സെയിൽസ് നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ പപ്പി ഡോഗ് അപ്രോച്ച് എടുക്കാനായിട്ട് നമുക്ക് തയ്യാറാണെങ്കിൽ നമ്മുടെ മേഖല ഏതാണെങ്കിലും ആ മേഖലയിൽ കസ്റ്റമർക്ക് ഫ്രീ ആയി ട്രയലായി ചില കാര്യങ്ങൾ ചെയ്തു നോക്കാനുള്ള അവസരം കൊടുക്കണം. നിങ്ങൾ അങ്ങനെ അവസരം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടെ സെയിൽസ് കൂടാനായി എങ്ങനെ പപ്പി ഡോഗ് അപ്രോച്ച് എടുക്കാം എന്നൊന്ന് ചിന്തിക്കുക, കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതിന് സഹായപ്രദമാവുന്ന 3 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. അതിലൊന്ന്, ഫ്രീ ട്രയൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ ഫ്രീ ആയ ഒരു ട്രയൽ എക്സ്പീരിയൻസ് കൊടുക്കുക. അത് കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. രണ്ടാമത്തത്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആ വ്യക്തി ആ കാര്യം ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ തുണിക്കടയിലെ ട്രയൽ റൂം ആണെങ്കിൽ അവിടെ നല്ല ലൈറ്റിംഗ് വേണം, അവിടെ നല്ലൊരു മിറർ വേണം. ആ ഡ്രസ്സ് ഇട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യണം. ആ പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതും പപ്പി ഡോഗ് അപ്രോച്ചിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഇണങ്ങുന്ന ഡ്രസ്സാണ് അദ്ദേഹം ഇടുന്നതെങ്കിൽ പുറത്ത് വന്നു കഴിയുമ്പോൾ സാർ വളരെ മനോഹരമായിട്ടുണ്ട് എന്നുള്ള കോംപ്ലിമെന്റ് കൊടുക്കാൻ കൂടി തയ്യാറാവണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പോസിറ്റീവ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കൊടുക്കുക. ആൻഡ് മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓണർഷിപ്പ് ഫീലിംഗ് കൂടിയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ വിൽക്കുന്നത് ഒരു വില്ലയാണെങ്കിൽ കസ്റ്റമർ അവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഓരോ മുറിയിലും കയറ്റി ഇറക്കി കൊണ്ടുപോയതിനു ശേഷം ഇതാണ് ബെഡ്റൂം, ഇതാണ് വാഷ്റൂം, ഇതാണ് കിച്ചൺ എന്നല്ല പറയേണ്ടത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറയേണ്ടത്, സർ ഇതാണ് സാറിന്റെ ബെഡ്റൂം, സർ ഇതാണ് സാറിന്റെ കിച്ചൺ. അങ്ങനെ സാറിന്റെ കിച്ചൺ എന്ന് പറയണം. അദ്ദേഹത്തിന് ആ ഓണർഷിപ്പ് ഫീൽ ചെയ്യാൻ കഴിയണം. ആ ലിമിറ്റഡ് ടൈമിലേക്കെങ്കിലും ഞാനാണ് ഇതിന്റെ ഓണർ എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. അതാണ് പപ്പി ഡോഗ് അപ്രോച്ച്. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കമന്റ് രേഖപ്പെടുത്താൻ. ഇനി നമുക്ക് നോക്കാം, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് സർവീസ് ആണെങ്കിലും ഏത് കോൺസെപ്റ്റ് ആണെങ്കിലും ഒരു 7 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ വേണം പപ്പി ഡോഗ് അപ്രോച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി. അതെങ്ങനെയൊക്കെ എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, കസ്റ്റമർ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കസ്റ്റമർക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് ഉള്ളത്? ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മൊബൈൽ കടയിൽ മൊബൈൽ വിൽക്കുന്ന ആളാണെങ്കിൽ വന്നിരിക്കുന്ന കസ്റ്റമർക്ക് ചിലപ്പോൾ വേണ്ടത് ബെറ്റർ വീഡിയോ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്ന വ്യക്തിയാണ് വരുന്നതെങ്കിൽ ആ വ്യക്തിയുടെ താല്പര്യം ഏറ്റവും മികച്ച ക്യാമറയും സൗണ്ട് റെക്കോർഡിങ്ങും ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാട്ട് കേൾക്കുന്നതായിരിക്കും ഇഷ്ടം.
വേറൊരാൾക്ക് അങ്ങനെയല്ല, തന്റെ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയണം. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഓരോരുത്തരുടെയും അഭിരുചി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ആ അഭിരുചി മനസ്സിലാക്കി കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കസ്റ്റമർക്ക് അതിന് ഏറ്റവും ഉപയോഗപ്രദമാവുന്ന സെലക്ഷൻ പ്രോസസ് കൂടി സെയിൽസ്മാൻ ചെയ്യണം. ആ സെലക്ഷൻ പ്രോസസ് ചെയ്ത് കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനൊന്ന് കൊടുത്താൽ, പപ്പി ഡോഗ് അപ്രോച്ച് കൃത്യമായി ഉപയോഗിച്ചാൽ അവിടെ സെയിൽസ് നടക്കും. അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കസ്റ്റമറെ മനസ്സിലാക്കുക. 2, സെലക്ട് റൈറ്റ് പ്രോഡക്റ്റ് ഓർ സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കസ്റ്റമർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതിന് യോജിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കസ്റ്റമർ വന്നത് ഒരു കാര്യത്തിനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കുന്ന മറ്റൊന്നുമാണ്, കസ്റ്റമർ വാങ്ങിക്കില്ല, പപ്പി ഡോഗ് അപ്രോച്ച് വർക്ക് ചെയ്യില്ല. കൃത്യമായി കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും ഏതാണ് കസ്റ്റമർക്ക് ഏറ്റവും ഉത്തമം അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള കേപ്പബിലിറ്റി കൂടി ഒരു സെയിൽസ്മാൻ ബിൽഡ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കൃത്യമായി വേണ്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പറഞ്ഞു വേണം അദ്ദേഹത്തിന്റെ അടുത്ത് പപ്പി ഡോഗ് അപ്രോച്ച് എടുക്കാൻ. 3, ഓഫർ ദ ട്രയൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ട്രയൽ എടുക്കാനായിട്ടുള്ള ഒരു ഓഫർ കൊടുക്കണം. ഒരു ഷർട്ട് എടുത്ത് അദ്ദേഹം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ സാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നത് പറയണം. മൊബൈൽ ഫോണിൽ അദ്ദേഹത്തിന് നല്ലൊരു ഫോട്ടോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്യാമറയുള്ള മൊബൈലാണ് വേണ്ടതെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് സാർ ഒരു ഫോട്ടോ എടുത്ത് നോക്കൂ എന്ന് പറയണം. അപ്പൊ എന്താണോ അദ്ദേഹത്തിന് വേണ്ടത് അതിനൊരു ട്രയൽ ഓഫർ ചെയ്യുക. ഇതാണ് 3ാമത്തെ സ്റ്റെപ്പ്. ഇത് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും സന്തോഷം കിട്ടുന്ന രീതിയിൽ തന്നെ വേണം ഈ കാര്യം നമ്മൾ ചെയ്യാനായിട്ട്. ഇതാണ് നമ്മുടെ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഭംഗിയായി ചെയ്യാൻ തന്നെയാണ്. ഇത് ചെയ്താൽ മാത്രമേ ഇവിടെ പപ്പി ഡോഗ് അപ്രോച്ച് വൃത്തിയായി വർക്ക് ചെയ്യുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കി അതിന് യോജിക്കുന്ന പ്രോഡക്റ്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുത്ത ശേഷം അദ്ദേഹത്തിന് ആ ട്രയൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ടുള്ള ഓഫർ കൊടുക്കുക. 4, പോസിറ്റീവ് എക്സ്പീരിയൻസ്. ഇതെല്ലാം ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് വേണം കൊടുക്കാൻ. ഒരു ഷർട്ട് എടുത്തിട്ട് സാർ ഇട്ട് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഇല്ല. അതല്ലെങ്കിൽ ഇട്ടിട്ട് വന്ന ശേഷം എങ്ങനെയുണ്ട് സാറേ എന്ന് ചോദിക്കുന്നിടത്ത് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യണം. ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്ക് ചില സംശയങ്ങൾ കാണും. അദ്ദേഹം ചിലപ്പോൾ ചോദിക്കും, ഇതിന്റെ കോളറാണോ അതോ മറ്റേ കോളറാണോ നല്ലത്? കൃത്യമായ ഉത്തരം അവിടെ പ്രൊവൈഡ് ചെയ്യണം. സോ ആൻസർ ഹിസ് ക്വസ്റ്റ്യൻസ്. ഇനി അതല്ല, അദ്ദേഹം മൊബൈലാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, ഈ ക്യാമറ ഇങ്ങനെ തന്നെ എപ്പോഴും ഫംഗ്ഷൻ ചെയ്യുമോ? വേണ്ട അസിസ്റ്റൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയണം. അപ്പോൾ ഓഫർ അസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പോസിറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കാൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട കൃത്യമായ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുന്നതും ഒരാളുടെ ഉത്തരവാദിത്തമാണ്, ഒരു സെയിൽസ്മാന്റെ ഉത്തരവാദിത്തമാണ്. ഇത് കൃത്യമായി ചെയ്യുമ്പോഴാണ് ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് അവിടെ നമുക്ക് കസ്റ്റമർക്ക് സമ്മാനിക്കാൻ കഴിയുന്നത്. 5, ട്രാൻസിഷൻ ടു സെയിൽസ്. കൃത്യമായി കസ്റ്റമറെ മനസ്സിലാക്കി കസ്റ്റമർക്ക് വേണ്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് സെലക്ട് ചെയ്ത് മുൻപിൽ വെച്ച് ആ ഒരു കാര്യം കൃത്യമായി കസ്റ്റമർക്ക് ഉപയോഗിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് പോസിറ്റീവ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു എക്സ്പീരിയൻസിനെ സെയിൽസ് ആക്കി ട്രാൻസിഷൻ നടത്തണം. അത് സെയിൽസ് ആക്കി ട്രാൻസിഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, അത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച കസ്റ്റമറോട് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, സാർ ഈ ഒരു പ്രോസസ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സാർ ഈ ക്യാമറ സാറിന്റെ ആവശ്യത്തിന് ഉതകുന്നതാണെന്ന് സാറിന് മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതല്ലെങ്കിൽ സാറിന്റെ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു വില്ലയാണെന്നും സാറിന് ഏറ്റവും മികച്ച വില്ല തന്നെയാണ് ഇതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വാക്കാണ് അല്ലേ? അതായത് നിങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമില്ലേ? അല്ലെ, എന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമില്ലേ? മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരുടെയും മനസ്സിലെ ആഗ്രഹമാണ്, ഒരു സൈക്കോളജിക്കൽ നീഡാണ് നമ്മളെ മറ്റുള്ളവർ മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന്, കസ്റ്റമർ ആ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയണം. ഈ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ആ ഒരു പെർട്ടിക്കുലർ ട്രയലിനെ സെയിൽസ് ആക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട കീവേഡ്. അപ്പൊ ഇത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വേണം കസ്റ്റമറെ നിങ്ങൾ ഡീൽ ചെയ്യാൻ. സ്റ്റെപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ് ആണ്. കസ്റ്റമർ നിരവധി ഒബ്ജക്ഷൻസ് പറയും. ഏതാണ്ട് 10ഓളം ഒബ്ജക്ഷൻസ് ആണ് ഓരോ കസ്റ്റമറും ഏത് മേഖലയാണെങ്കിലും പ്രധാനമായിട്ടും പറയും. അതിനുള്ള 3 ഉത്തരങ്ങൾ വീതമുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു തീരണമെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അതെല്ലാം ഇപ്പൊ പറയുന്നില്ല. കൃത്യമായി ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗിന്റെ 10 ഒബ്ജക്ഷൻസ് പഠിപ്പിക്കുകയും 10 ഒബ്ജക്ഷൻസിന് പറയേണ്ട 3 ആൻസേഴ്സ് ഓരോ ഇൻഡസ്ട്രിക്കും എത്തരത്തിൽ പറയണമെന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ് എല്ലാ മാസവും നമ്മൾ എറണാകുളത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം സെപ്റ്റംബർ 24-ാം തീയതി എറണാകുളം പ്രയാണ ഹോട്ടൽ വെച്ചാണ്
കണ്ടക്ട് ചെയ്യുന്നത്. എനിവേ, ഒബ്ജക്ഷൻ കൃത്യമായി നിങ്ങൾ ഡീൽ ചെയ്യാൻ തയ്യാറാവണം. ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്ങിലാണ് ഒരുപാട് സെയിൽസ്മെൻ പരാജയപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും, പക്ഷെ കസ്റ്റമർ പറഞ്ഞ ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സെയിൽസിൽ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ളത്. വിശദമായി നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം നേരിട്ട് കാണുന്ന സമയത്ത് അത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ മാസ്റ്ററി കൈവരിക്കാൻ ഓരോ സെയിൽസ്മെനും തീരുമാനമെടുക്കണം. നിങ്ങൾ റെഡിയാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന കല പഠിച്ചെടുക്കാനെങ്കിൽ യെസ്, ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം. 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണ്. ഇവിടെയാണ് ഒരുപാട് സെയിൽസ്മെൻ വേണ്ടത് ചെയ്യാത്തത്. അതായത് പപ്പി ഡോഗ് അപ്രോച്ച് എടുത്ത് ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റോ സർവീസോ കോൺസെപ്റ്റോ വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് കൊടുക്കണം. എന്തെങ്കിലും ആ പ്രൊഡക്റ്റിന് ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ വേണ്ട സർവീസ് കൊടുക്കണം. ആ സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട സർവീസ് കൊടുക്കണം. ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊടുത്തോ അതൊക്കെ നിറവേറ്റണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ റെഫറബിലിറ്റി കൂടും. നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൂടുതൽ വിറ്റ് പോകാൻ അത് ഹെൽപ്ഫുൾ ആയി മാറും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 7 സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് പപ്പി ഡോഗ് അപ്രോച്ച് ഇമ്മീഡിയറ്റ് ആയി തന്നെ പരീക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾ ഏത് പ്രൊഡക്റ്റോ ഏത് സർവീസോ വിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ സെയിൽസ് കൂട്ടാനും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും ഈ 7 സ്ട്രാറ്റജികളും സഹായിക്കും. കൃത്യമായി ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ അനലൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. കസ്റ്റമറെ സൈക്കോളജി പഠിക്കണം. അതിൻ്റെ ഒരു പ്രോസസ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓരോ ഡയലോഗുകളും അപ്പുറം ഇപ്പുറം നിന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങളോടൊപ്പം സെയിൽസിന്റെ സയൻസ് എങ്ങനെയാണ്, സെയിൽസിന്റെ ആർട്ട് എങ്ങനെയാണ്, ഇതെല്ലാം പഠിച്ചെടുത്താൽ, ഇത് കൃത്യമായി മനസ്സിലാക്കാൻ തയ്യാറായാൽ, ഇതിലൂടെ ധാരാളം ഇൻസൈറ്റ്സ് തലച്ചോറിൽ ഉണ്ടാക്കിയാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അനുയോജ്യമായ രീതി വരും. അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വേണ്ട ഉത്തരങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. ഇതെല്ലാം പഠിക്കാൻ സഹായിക്കുന്ന, പഠിക്കുക എന്നുള്ള ഉപരിയായിട്ട് പരിശീലിക്കാൻ സഹായിക്കുന്ന സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പാണ് ഈ മാസം 24-ാം തീയതി എറണാകുളം പ്രയാണ ഹോട്ടൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നത്. സക്സസ്ഫുൾ ആയി 10ഓളം ബാച്ചസ് ഇപ്പോൾ ഓൾറെഡി ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. താങ്കൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്കളുടെ ബിസിനസ്സോ സെയിൽസോ വർദ്ധിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, താങ്കളുടെ സെയിൽസ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, താങ്കൾ ഓണ്ടർപ്രണർ ആണെങ്കിൽ താങ്കളുടെ ടീമിന്റെ സെയിൽസ് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റ് രജിസ്റ്റർ ചെയ്യുക. വെൽക്കം ടു സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതേപോലുള്ള വീഡിയോസ് കാണാനായി, ഇതേപോലുള്ള വീഡിയോസ് മനസ്സിലാക്കി ലൈഫിൽ ഓരോ മേഖലയിലും കുറച്ചുകൂടി പ്രൊഡക്റ്റീവായി മാറാനായി താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.